കോട്ടയത്ത് വരുമ്പോൾ LDF ആണ്, ഇടുക്കിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. തൃശ്ശൂർ നിങ്ങൾ കാണുന്നില്ലേ? 4116 വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ഉയർത്തിയിരിക്കുന്നു. 4116 വോട്ടുകൾക്ക്. താഴെ പോവോ, ഇടിച്ചമർത്തുവോ സുനിൽകുമാർ? എവിടെയാണ് എനിക്കതിൽ തോന്നുന്നത് ഈ സിറ്റി അല്ലെങ്കിൽ തിരുവനന്തപുരം തൃശ്ശൂർ നഗരമടക്കം BJPക്ക് അല്പം സ്വാധീനമുള്ള ഇടങ്ങളാണ്. ആ മണ്ഡലത്തിലെ വോട്ടുകളൊക്കെ എണ്ണിക്കഴിയുമ്പോൾ ഈ ലീഡ് താഴാനുള്ള സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി LDFന്റെ ഒക്കെ അല്ല, LDFന്റെ അടക്കം ശക്തി കേന്ദ്രങ്ങളിലേക്കുള്ള വോട്ടുകൾ ഇനിയും എണ്ണി വരാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു മാറ്റം വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ തീരദേശ മേഖലകളെല്ലാം തന്നെ വലിയ പ്രാതിനിധ്യമുള്ള മേഖലകളാണ്. അത്തരം ട്രെൻഡുകൾക്കൊന്നുമില്ല, പക്ഷേ മാറ്റം സ്വാഭാവികമായി ഉണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ BJPയുടെ ഒരു ശക്തമായ ആധിപത്യം ഒന്നും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ എന്നൊരു ചോദ്യത്തിന് വളരെ പ്രസക്തിയില്ലേ? തൃശ്ശൂർ സ്വന്തമാക്കിയിട്ടില്ല. 4100 അതിപ്പോ 1.5 മണിക്കൂറായതേ ഉള്ളൂ. 4116 വോട്ടുകൾക്ക് ലീഡ്. അതെ, താഴെ പോകുന്ന പറയാനാവില്ല. പക്ഷെ നമുക്കിപ്പോ ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ സുരേഷ് ഗോപി വിരിയിക്കുമോ താമര? അതാണ് അറിയേണ്ടത്. ഈ ആലത്തൂരിലെ കാര്യം എന്താണ്? രമ്യ ഹരിദാസ് കുറെ പാട്ട് പാടിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. രാധാകൃഷ്ണൻ ശക്തനായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായ കാര്യമാണ്. കെ രാധാകൃഷ്ണൻ അവിടെ വളരെ ജനപ്രിയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് അവിടെ വലിയ ഒരു രാധാകൃഷ്ണൻ കേരളത്തിൽ മുഴുവൻ ജനപ്രിയനായ തന്നെയാണ്. ആ മണ്ഡലത്തിൽ നിന്നാലും ജയിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഈ പാർട്ടി അദ്ദേഹത്തെ അവതരിപ്പിച്ചതെന്നതാണ് ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം. അതേസമയം തന്നെ രമ്യ ഹരിദാസ് സിറ്റിംഗ് MP ആണ്. ആ രീതിയിൽ തന്നെ അവർ വലിയ രീതിയിൽ തന്നെ ശോഭിക്കാനാകുമെന്ന നമുക്ക് യുപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട UP ആണ് ഇന്ത്യ പിടിച്ചാൽ UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും 33 അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം. SP സമാജ്വാദി പാർട്ടി അവിടെ 33 സീറ്റുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. BJP 28 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 7 സീറ്റ്, RLDക്ക് 1 സീറ്റ്. ഏതായാലും അതായത് സമാജ്വാദി പാർട്ടി അവിടെ വേരുകളുള്ള പാർട്ടിയാണ്. കേരളത്തിൽ CPIM പോലെ UPയിലുള്ളതാണ്. യാദവ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ പിൻബലം എല്ലാ കാലത്തും, അത് മുലായം സിംഗ് യാദവ് ഇരിക്കുമ്പോഴും അതിനുശേഷം അഖിലേഷ് യാദവിലേക്ക് എത്തുമ്പോഴും ഒക്കെ സാധ്യമായിട്ടുണ്ട്. നിയമസഭയിൽ സീറ്റുകൾ കുറയുമ്പോൾ പോലും വോട്ടിംഗ് ശതമാനം സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. ശക്തമായ വേരട്ടം ഉണ്ടായിരുന്നു. ആ സമാജ്വാദി